ഓരോ ദിനവും ക്രിസ്തു എന്നെ തിരിച്ചറിയുന്നുണ്ട് എന്ന ബോധ്യമുള്ള ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 45 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ. ഫിലിപ്പോസ് യേശുവിനെക്കുറിച്ച് നത്താനിയേലിനോട് സംസാരിക്കുമ്പോൾ നത്താനിയേൽ ഫിലിപ്പോസിനോട് ചോദിക്കുന്നു, നസറത്തിൽ നിന്ന് വല്ല നന്മയും ഉണ്ടാകുമോ? യേശുനാഥൻ പിന്നീട് നത്താനിയേലിനെ വളരെ മുമ്പ് തന്നെ കണ്ടു എന്ന് പറയുമ്പോൾ നത്താനിയേൽ ആശ്ചര്യപ്പെടുന്നുണ്ട്. നത്താനിയേലിനെ യേശുനാഥൻ തൻ്റെതാക്കി വിളിക്കുകയായിരുന്നു. ഇന്ന് അപ്പോസ്തലനായ വിശുദ്ധ ബർത്തലോമിയോയുടെ തിരുനാൾ തിരുസഭ കൊണ്ടാടുകയാണ്. ഏവർക്കും ഈ തിരുനാളിൻ്റെ അനുഗ്രഹാശംസകൾ നേരുന്നു. സിനോപ്റ്റിക് സുവിശേഷങ്ങളിലെ അഥവാ സമാന്തര സുവിശേഷങ്ങളിലെ 12 അപ്പോസ്തലന്മാരിൽ പട്ടികപ്പെടുത്തിയിട്ടുണ്ട് നത്താനിയേൽ എന്ന ഈ അപ്പോസ്തലനെ, അഥവാ അദ്ദേഹത്തെ അറിയപ്പെടുന്ന ബർത്തലോമിയോ എന്ന നാമത്തിലൂടെ തന്നെ. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ ബർത്തലോമിയോ എന്ന പേര് പരാമർശിച്ചിട്ടില്ല. സ്വർഗാരോഹണത്തിൻ്റെ സാക്ഷികളിൽ ഒരാളായും അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നു. ചരിത്രേതര സാഹിത്യങ്ങളിൽ അദ്ദേഹത്തെക്കുറിച്ച് ധാരാളം പരാമർശങ്ങളുണ്ട്. പഴയ നിയമത്തിലെ ഇസ്രായേൽ, അതായത് ജേക്കബ്, ഗോവണി ദർശനത്തിൽ ദൈവത്തിൻ്റെ മഹത്വം കണ്ടതുപോലെ ഇസ്രായേൽ എന്ന പേരിന് യോഗ്യനായ അവൻ നത്താനിയേൽ ഈ ഇസ്രായേൽ എന്ന പേരിന് യോഗ്യനാണ് എന്ന് പറയുന്നവരുണ്ട്. കാരണം യേശുവിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇതാ ഒരു യഥാർത്ഥ ഇസ്രായേലിയൻ എന്ന്. 3 വാക്യങ്ങളിലൂടെ ഈ സുവിശേഷത്തെ നമുക്ക് ധ്യാനിക്കാം. 1, വരൂ കാണുക. നത്താനിയേൽ വരാൻ സമ്മതിച്ചപ്പോൾ താൻ കാണാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല. നസറത്തിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അവഹേളനമായിരിക്കില്ല. ഒരുപക്ഷെ മിശിഹായിക പ്രവചനങ്ങളിൽ നസറത്തിനെക്കുറിച്ചുള്ള പ്രസ്താവനകളുടെ അഭാവം സൂചിപ്പിക്കുന്ന ഒരു അഭിപ്രായമായിരിക്കാം. ഇസ്രായേലിൻ്റെ രാജാവായ ദൈവപുത്രനെ പരിചയപ്പെടുത്തിയപ്പോൾ അവൻ്റെ ആശ്ചര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവൻ വളരെ കുറച്ച് പ്രതീക്ഷിച്ചു, വളരെയധികം കണ്ടെത്തി. നസറത്തിലെ യേശു ദൈവവുമായുള്ള വചനമായിരുന്നു എന്ന് യോഹന്നാൻ 1:1 മനുഷ്യന് ദൈവത്തിൻ്റെ മഹത്വം കാണാൻ കഴിയേണ്ടതിന് മാംസമായി തീർന്നു എന്ന് യോഹന്നാൻ 1:14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മോശ ദൈവത്തോട് പറഞ്ഞു, ദയവായി അങ്ങയുടെ മഹത്വം എനിക്ക് കാണിച്ചു തരണമേ എന്ന് പുറപ്പാട് 33:18 എന്നാൽ അവൻ മരിക്കാതിരിക്കാൻ ദൈവം മോശയെ പാറയുടെ പിളർപ്പിൽ നിർത്തി. അവൻ കടന്നു പോകുമ്പോൾ കൈകൊണ്ട് അവനെ മൂടി. അവൻ കടന്നു പോകുമ്പോൾ ദൈവം അവൻ്റെ കൈ എടുത്തുകൊണ്ടുപോയി അവൻ്റെ പുറം കാണാൻ മോശയെ അനുവദിച്ചു. പുറപ്പാട് 33:20-23 ദൈവം മോശയ്ക്ക് തന്നെ പൂർണ്ണമായി വെളിപ്പെടുത്തിയില്ല, എന്നാൽ നസറത്തിലെ യേശുവിൽ വെളിപാട് പൂർണ്ണമാണ് എന്ന്. അങ്ങനെ ബൈബിളിൽ നാം കാണുന്ന വെളിപാട് അനുഭവങ്ങളുടെ പൂർണ്ണത എന്നോണം നത്താനിയേൽ ക്രിസ്തുവിനെ ബോധ്യപ്പെടുകയാണ് ഇവിടെ. ഇന്ന് ദൈവത്തിൻ്റെ വിശുദ്ധ വചനത്തിൻ്റെ താളുകളിലൂടെ നസറത്തിലെ യേശുവിനെ വന്ന് കാണാൻ നത്താനിയേൽ നമ്മെ ക്ഷണിക്കുന്നു. 2, ഞാൻ നിന്നെ കണ്ടു. നത്താനിയേൽ വരുന്നത് കണ്ടപ്പോൾ യേശു നത്താനിയേലിൻ്റെ സ്വഭാവത്തെക്കുറിച്ചൊരു പ്രസ്താവന നടത്തി. ഇതാ ഒരു യഥാർത്ഥ ഇസ്രായേലിയൻ, അവനിൽ കപടതയില്ല. യേശുവിനെ എങ്ങനെ അറിയാം എന്ന് നത്താനിയേൽ ചോദിച്ചപ്പോൾ യേശു മറുപടി പറഞ്ഞു, ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുൻപ് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലായിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന്. നത്താനിയേലിനെയും തൻ്റെ ശിഷ്യന്മാരെയും ഒക്കെ യേശുവിന് എങ്ങനെ തിരിച്ചറിയുവാൻ സാധിക്കുന്നു? കാരണം ദൈവത്തിന് എല്ലാം അറിയാം. അവന് എന്നെക്കുറിച്ച് എല്ലാം അറിയാം എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുന്നതാണ് യഥാർത്ഥത്തിൽ യേശുവിനെക്കുറിച്ച് നമുക്ക് അറിയാം എന്ന ബോധ്യത്തിലേക്ക് നാം കടന്നു വരുന്നത്. അതുകൊണ്ട് നാം കടന്നു വരുന്ന അനുഭവം എന്നെക്കുറിച്ച് എല്ലാം അറിയുന്ന ഒരു ദൈവത്തിൻ്റെ അനുഭവത്തിലേക്കാണ്. ഒന്നും എനിക്ക് എൻ്റെ യേശുവിൽ നിന്നും മറച്ചു വയ്ക്കുവാനില്ല എന്ന തിരിച്ചറിവിലേക്കാണ്. 139-ാം സങ്കീർത്തനം പറയുന്നത് പോലെ, കർത്താവെ നീ എന്നെ വിശുദ്ധീകരിക്കണമേ, അഥവാ എന്നെ വിശുദ്ധീകരിച്ച് നീ അറിഞ്ഞിരിക്കുന്നു. എൻ്റെ ഇരുപ്പും നടപ്പും നീ അറിയുന്നു.
നീ എൻ്റെ ചിന്ത ദൂരത്ത് നിന്ന് മനസ്സിലാക്കുന്നു, എൻ്റെ പാതയും എൻ്റെ കിടപ്പും നീ ഗ്രഹിക്കുന്നു എന്ന്. 3. ഇവയേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും. ദൈവിക സർവജ്ഞാനത്തിൻ്റെ പ്രകടനത്താൽ ബോധ്യപ്പെട്ട നഥാനിയേൽ യേശുവിനോട് പറഞ്ഞു, നീ ദൈവപുത്രനാണ്, നീ ഇസ്രയേലിൻ്റെ രാജാവാണ്. യേശു നഥാനിയേലിനോട് പറഞ്ഞു, ഇവയേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും. സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ മനുഷ്യപുത്രന്റെ മേൽ ഇറങ്ങി വരുന്നതും നീ കാണും എന്ന്. യേശുനാഥൻ്റെ ഏറ്റവും ചെറിയ വാക്കുകളിൽ, അനുഭവങ്ങളിൽ യേശുവിൽ ദൈവപുത്രനെ കണ്ട നഥാനിയേലിനോടാണ് കർത്താവ് ഇത് അരുൾ ചെയ്യുന്നത്. ഓരോ ചെറിയ കാര്യങ്ങളിലും നാം ക്രിസ്തുവിനെ കാണുമ്പോൾ, ക്രിസ്തുവിനെ ബോധ്യപ്പെടുമ്പോൾ വലിയ രഹസ്യങ്ങളിലേക്ക് കർത്താവ് നമ്മെ കൂട്ടിക്കൊണ്ടുപോകും. വലിയ രഹസ്യങ്ങൾക്ക് വേണ്ടി, വലിയ സത്യങ്ങൾക്ക് വേണ്ടി, വലിയ ദൈവാനുഭവങ്ങൾക്ക് വേണ്ടി, വലിയ സാക്ഷ്യങ്ങൾക്ക് വേണ്ടി, തിരിച്ചറിവിന് വേണ്ടി നീ ഒരിക്കലും നിന്റെ ജീവിതത്തിൽ കാത്തു നിൽക്കരുത്. മറ്റുള്ളവരിലൂടെ ക്രിസ്തുവിലേക്ക് കടന്നു വരുവാൻ സാധ്യതയുള്ള നേരങ്ങളിലൊക്കെയും നീ നിന്റെ വിശ്വാസത്താൽ പൂർണ്ണതയോടുകൂടി ക്രിസ്തുവിലേക്ക് കടന്നു വരേണ്ടതുണ്ട് എന്ന് ഫിലിപ്പോസിലൂടെ ക്രിസ്തുവിലേക്ക് കടന്നു വന്ന നഥാനിയേലിൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ഏറ്റവും ചെറിയ ഏറ്റുപറച്ചിലൂടെ ഏറ്റവും വലിയ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന വിശുദ്ധ ബർത്തലോമയുടെ അഥവാ നഥാനിയേലിൻ്റെ ജീവിത സാക്ഷ്യത്തെ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ വിശ്വാസ ബോധ്യമായി തിരഞ്ഞെടുക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രേഷിത വീതിയിൽ രക്തസാക്ഷിയായി നീ നാഥനായന്നു നീ പീഡയേറ്റുവാങ്ങി. പ്രേഷിത വീതിയിൽ രക്തസാക്ഷിയായി നീ നാഥനായന്നു നീ പീഡയേറ്റുവാങ്ങി. അചഞ്ചലമാം നിൻ വിശ്വാസ സാക്ഷ്യങ്ങൾ ഞങ്ങളിൽ തേജസായി ജ്വലിച്ചിടട്ടെ. അചഞ്ചലമാം നിൻ വിശ്വാസ സാക്ഷ്യങ്ങൾ ഞങ്ങളിൽ തേജസായി ജ്വലിച്ചിടട്ടെ. ജീവിതഭാരങ്ങൾ ഞെരുക്കിടുമ്പോൾ ഇരുളിൽ ഞാൻ ഏകനായിടറിടുമ്പോൾ
സാന്ത്വന സ്പർശമായി